ഒടുവിൽ നിർണായക ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അതും കേരളത്തിന്റെ മണ്ണിൽ നിന്ന്. രാഹുലിന്റെ പകരക്കാരിയായി ഗാന്ധി കുടുംബാംഗം തന്നെ വയനാട്ടിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഉത്തരേന്ത്യയിൽ രാഹുലും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയും പടനയിക്കുമ്പോൾ കോൺഗ്രസിന് കൈവരുന്നത് പുത്തൻ ഊർജമാണ്. സഹോദരങ്ങൾ കൈകോർക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ കോട്ടക്കൊത്തളങ്ങൾ വിറയ്ക്കുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വവും പ്രത്യാശിക്കുന്നത്. പ്രിയങ്കയുടെ വൈകാരികമായ വാക്കുകളാണ് നമ്മൾ കാതോർക്കേണ്ടത്. മുത്തശ്ശി മരിക്കുമ്പോൾ എനിക്ക് 12 വയസ്സ്, ചേട്ടന് 14 വയസ്സ്. ഇപ്പോഴും ആ ഓർമ്മകൾ എന്റെ ഉള്ളിൽ വിങ്ങലായുണ്ട്. ഞാൻ രാഹുലിനെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രിയങ്കയുടെ ഈ വാക്കുകൾ ഹൃദയത്തിലാണ് വയനാട്ടിലെ ജനത സ്വീകരിച്ചത്. അതിനാൽ തന്നെ വയനാട്ടിൽ നിന്നും ഇതുവരെ ലഭിക്കാത്ത ചരിത്ര ഭൂരിപക്ഷത്തിലാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് എത്തിയത്. 2024 തെരഞ്ഞെടുപ്പിലും രാഹുലിനോടും പ്രിയങ്കയോടുമുള്ള പ്രിയം വയനാട്ടുകാർ വമ്പൻ ഭൂരിപക്ഷമായി രേഖപ്പെടുത്തി. എന്നാൽ ഹൃദയവേദനയോടെ വയനാടിനെ ഉപേക്ഷിച്ച് റായ്ബറേലിയുടെ MP ആകാൻ രാഹുൽ തീരുമാനിക്കുമ്പോൾ ആ വാചകം നേരിയ തിരുത്തലോടെ വീണ്ടും മുഴങ്ങുന്നു. ഞാൻ എന്റെ സഹോദരി പ്രിയങ്കയെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അമ്പരപ്പിക്കാൻ അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്താൻ മിടുക്കിയാണ് എന്റെ സഹോദരി പ്രിയങ്ക.